കസ്റ്റഡി മർദ്ദന പരാതികളിൽ പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. പത്തനംതിട്ടയിലെ SFI നേതാവിനെ കസ്റ്റഡിയിൽ മർദ്ദിച്ച DYSP മധു ബാബുവിനെതിരെ ഗുരുതര പരാമർശങ്ങളുള്ള ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നു. മധു ബാബു സ്ഥിരമായി കസ്റ്റഡി മർദ്ദനം നടത്തുന്ന ഉദ്യോഗസ്ഥനാണ് എന്ന മുൻ SP ഹരിശങ്കറിന്റെ റിപ്പോർട്ട്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. അതിനിടെ മധു ബാബുവിനെതിരെ പരാതിയുമായി തൊടുപുഴ സ്വദേശിയും ഇന്ന് രംഗത്തെത്തി. 2016 അന്നത്തെ പത്തനംതിട്ട SP ഹരിശങ്കർ DGPക്ക് മധുബാബുവിനെതിരെ റിപ്പോർട്ട് നൽകിയത്. ജയകൃഷ്ണന്റെ മുഖത്ത് മർദ്ദിച്ച പാടുകളുണ്ടെന്നും കസ്റ്റഡി മർദ്ദനം നടന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മധുബാബു സ്ഥിരമായി കസ്റ്റഡി മർദ്ദനം നടത്തുന്ന ആളായിരുന്നുവെന്ന ഗുരുതര പരാമർശവും റിപ്പോർട്ടിലുണ്ട്. ക്രമസമാധാന ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ച് മധുബാബു അനുകൂല ഉത്തരവ് വാങ്ങുകയായിരുന്നു. പോലീസിലെ ഉന്നതരാണ് മധുബാബുവിനെ സംരക്ഷിക്കുന്നതെന്ന് SFI മുൻ നേതാവ് ജയകൃഷ്ണൻ ആരോപിച്ചു. മധുബാബുവിനെ പോലെ നിരവധി ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെടുകയും നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാവുകയും ചെയ്തിട്ടുള്ള ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഉയർന്ന നിലവാരത്തിലുള്ള ഉദ്യോഗസ്ഥരാണ്. എന്റെ കേസുമായി ബന്ധപ്പെട്ട് തന്നെ അന്നത്തെ എന്റെ അന്വേഷണ റിപ്പോർട്ട് അട്ടിമറിച്ചതിൽ അന്നത്തെ ഒരു DGP തന്നെ നേതൃത്വം കൊടുത്തത് സെൻകുമാറാണ്. അതിനിടെ മധുബാബുവിനെതിരെ പരാതിയുമായി തൊടുപുഴ സ്വദേശി രംഗത്തെത്തി. തൊടുപുഴ DYSP ആയിരിക്കെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് മുരളീധരന്റെ പരാതി. വളരെ ക്ഷുഭിതനായിട്ട് ചാടി ഏറ്റിട്ട് അദ്ദേഹത്തിന്റെ വയർലെസ് വെച്ച് എന്റെ നെഞ്ചിനെ എറിഞ്ഞു. നെഞ്ചത്ത് എറിഞ്ഞു കഴിഞ്ഞത് ഈ കസേരയിലായിരുന്നു ഞാൻ ഇരുന്നത്. ആ കസേരയോട് കൂടി ഞാൻ മറിഞ്ഞുപോയി, വീണു. പരാതി നൽകിയെങ്കിലും ഇടപെടൽ ഉണ്ടായില്ലെന്നും കേസ് ഒത്തുതീർക്കാൻ ശ്രമം നടന്നെന്നും മുരളീധരൻ ആരോപിച്ചു. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.